താങ്കൾ ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുകയാണ്, താങ്കൾക്ക് അറിയാമല്ലോ. ഈ ബി.ജെ.പി ഒരു നല്ല മാതൃക വിവിധ ജനവിഭാഗങ്ങൾക്ക് അവരുടെ നേതൃസ്ഥാനങ്ങളിൽ പ്രാതിനിധ്യം നൽകുന്നതിൽ വെച്ച് പുലർത്തുന്നുണ്ട്. അത് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വർക്ക് ചെയ്യുന്നതായി നമ്മൾ കാണുന്നു. ഇപ്പോൾ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരാളെ രാഷ്ട്രപതിയാക്കുന്നു. ഇപ്പോൾ മധ്യപ്രദേശിലെ ശിവരാജ് സിംഗ് ചൗഹാനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ മാറ്റിക്കൊണ്ടാണ് യാദവ് വംശത്തിൽപ്പെട്ട ഒരാളെ അവിടെ മുഖ്യമന്ത്രിയാക്കുന്നത്. ഛത്തീസ്ഗഡിലും ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ മുഖ്യമന്ത്രിയാകുന്നു. ആ രീതിയിൽ ഈ പറയുന്ന കാസ്റ്റ് കോമ്പിനേഷൻ നന്നായി എൻജിനീയർ ചെയ്യുന്നതിൽ ബി.ജെ.പി ഒരു മാതൃക കാണിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കേരളത്തിലേക്ക് വന്നാൽ എപ്പോഴും ഒരു ഹിന്ദു KPC പ്രസിഡന്റ് ആകുമ്പോൾ ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രിയാവും, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ KPC പ്രസിഡന്റ് ആകുമ്പോൾ ഒരു ഹിന്ദു മുഖ്യമന്ത്രിയാവും. പിന്നെ ആണ് UDFൻ്റെ ഒരു മുസ്ലിം പ്രാതിനിധ്യം എന്ന് പറയുന്നത്. നോക്കൂ, ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചത്, ഈ പറയുന്ന അത്തരം മാതൃകകൾ മാറ്റിക്കൊണ്ട് പിന്നാക്ക ദളിത് വിഭാഗങ്ങൾക്കടക്കം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കടക്കം ഒരു പ്രാതിനിധ്യം നൽകി മാതൃകയാകാൻ കോൺഗ്രസ് തയ്യാറാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ളൊരു കോമ്പിനേഷൻ വർക്ക് ചെയ്തില്ല എങ്കിൽ കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി ഉയർന്നു വരാൻ കഴിയുകയുമില്ല. അത് കേരളത്തിൽ നിന്നാകുന്നുണ്ട്. എന്താണ് തെറ്റ്? ഇപ്പോൾ VD സതീശൻ, K സുധാകരൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ് ഈ CM പോസ്റ്റ് എന്ന് പറയുന്നത്. അവിടുന്ന് അപ്പുറത്തേക്ക് ഒരു ആലോചന കോൺഗ്രസ് പാർട്ടിയിൽ വരുന്നില്ല. അതൊക്കെ മാറേണ്ട സമയമായില്ലേ കൊടുക്കുന്നത് സുരേഷ്? ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിന് അതായത് ഫസ്റ്റ് പാർട്ടിനുള്ള ഉത്തരം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് എക്കാലത്തും ദളിത്, ആദിവാസി, പിന്നോക്ക വിഭാഗങ്ങൾക്ക് അധികാരത്തിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിലും പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിലും പരിഗണന നൽകുകയും പ്രാതിനിധ്യം നൽകിയിട്ടുള്ളത്. അത് കോൺഗ്രസിൻ്റെ ചരിത്രം, ഇന്നേ വരെയുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ എത്രയെത്ര ദളിത് നേതാക്കളാണ്, എത്രയെത്ര പിന്നോക്ക നേതാക്കളാണ്, എത്രയെത്ര ആദിവാസി നേതാക്കളാണ് രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രിമാരായി, കേന്ദ്രമന്ത്രിമാരായി, ഉപരാഷ്ട്രപതിമാരായി, രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായി, സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലും ചീഫ് ജസ്റ്റിസുമാരായിട്ടൊക്കെ വന്നിട്ടുള്ളത് കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ്. പ്ലാനിംഗ് കമ്മീഷൻ പോലെയുള്ള നിർണായകമായ സമിതികളിലൊക്കെ തന്നെ ദളിത്, ആദിവാസി വിഭാഗങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും കോൺഗ്രസിൻ്റെ കാലത്താണ്. BJP ഇപ്പോഴാണ് ഇത്തരം ഒരു സാമുദായിക രസതന്ത്രം ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അധികാരത്തിൽ വന്ന നെഹ്റുവിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ബാബു ജഗജീവൻ റാം ഉൾപ്പെടെയുള്ള നേതാക്കൾ, ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി വരെ ആയ ഇപ്പോൾ ഞാൻ കേരളത്തിലേക്ക് വരാം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ് കർണാടകത്തിൽ നിന്നുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ. ആരാണ് മല്ലികാർജ്ജുൻ ഖാർഗെ? അദ്ദേഹം ദളിത് നേതാവാണ്, വളരെയധികം ഇന്ത്യയിലെ സീനിയർ പൊളിറ്റീഷ്യനാണ്. കേരളത്തിലേക്ക് വന്നാൽ എടുത്തു കാണിക്കാൻ ഇങ്ങനെ അവഗണിക്കപ്പെട്ട് കിടന്ന ഒരു പാർശ്വവിഭാഗത്തിന്റെ പ്രതിനിധിയായി ഒരു മുതിർന്ന നേതാവിനെ എടുത്തു കാണിക്കാൻ പറഞ്ഞാൽ അത് തീർച്ചയായും അങ്ങയുടെ പേര് 35 വർഷം 3.5 പതിറ്റാണ്ട് പാർലമെന്ററി പാരമ്പര്യമുള്ളൊരു നേതാവാണ് കൊടിക്കുന്നിൽ സുരേഷ്. അത്രയും പരിചയമുള്ള ഒരു നേതാവ് പോലും ഒരു സമുദായത്തിലും കേരളത്തിൽ നിന്നില്ല. ഇന്നിപ്പോൾ ആക്റ്റീവായി ഇപ്പോൾ KV തോമസോ, AK ആന്റണിയോ, മുല്ലപ്പള്ളി രാമചന്ദ്രനോ അവരെല്ലാവരും ഏകദേശം ഒന്നുകിൽ പാർട്ടി മാറുകയോ ഇല്ലെങ്കിൽ ഇപ്പോൾ പാസീവായി നിൽക്കുകയോ ചെയ്യുമ്പോഴാണ് 35 വർഷത്തെ പാർലമെന്ററി രാഷ്ട്രീയ അനുഭവ പരിചയമുള്ള കൊടിക്കുന്നിൽ സുരേഷിന് അങ്ങനെ ഒരു സാധ്യത മുന്നിലുള്ളത്. അതിനെക്കുറിച്ച് പാർട്ടി ആലോചിക്കേണ്ടതല്ലേ? അത് അവഗണിക്കപ്പെട്ട് കിടക്കുന്നൊരു വിഭാഗത്തിൻ്റെ പ്രതിനിധി കൂടിയായി താങ്കൾ പാർലമെന്റിലേക്ക് എത്തി. ഇനി കേരളത്തിൻ്റെ നേതൃനിരയിലേക്ക് താങ്കൾ എത്തേണ്ടതല്ലേ ആ ഘട്ടത്തിൽ? അല്ലേ, ഇക്കാര്യത്തെ സംബന്ധിച്ച് പലവട്ടം നമ്മൾ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തതാണ്. റിപ്പോർട്ടർ ചാനൽ തന്നെ പലവട്ടം ശ്രീ നികേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഈ ചോദ്യങ്ങൾ ചോദിച്ചതാണ്. എല്ലാ മാധ്യമങ്ങളിലും ഞാൻ ഏതെങ്കിലും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ വിഷമമുണ്ട്. കാരണം ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാണ്, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്, സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇത്തരം കാര്യങ്ങൾ ഞാൻ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് അതിനൊരു അഭംഗിയുണ്ട് എന്ന കാര്യത്തിൽ സംശയം. അതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഇന്നിപ്പോൾ രാജ്യം നേരിടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ന്യൂനപക്ഷ, പിന്നോക്ക, ദളിത് വിഭാഗങ്ങൾ വലിയ രീതിയിൽ അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ ദേശീയ തലത്തിലാണെങ്കിലും ഇനി സംസ്ഥാന തലത്തിലാണെങ്കിലും ഒക്കെ കോൺഗ്രസ് ശക്തമായി വരികയുള്ളൂ. ഇപ്പോൾ 2024 മറ്റൊരു സാഹചര്യമാണ്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ സംസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ്. ആ ഒരു സാഹചര്യത്തിൽ താങ്കളുടെ പേര് മാറ്റിവെക്കൂ, മറ്റൊരു രീതിയിൽ ചർച്ച ചെയ്യേണ്ടേ കാര്യങ്ങൾ കോൺഗ്രസ്? ഇപ്പോൾ എപ്പോഴും രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞാൽ മതിയോ? VD സതീശൻ്റെ പേര് പറഞ്ഞാൽ മതിയോ? KC വേണുഗോപാലിൻ്റെ പേര് പറഞ്ഞാൽ മതിയോ? K സുധാകരൻ്റെ പേര് പറഞ്ഞാൽ മതിയോ? അങ്ങനെയാണോ കോൺഗ്രസ് കേരളത്തിൽ പ്രവർത്തിക്കേണ്ടത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എന്നെപ്പോലെ ഒരാളെ
സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിൽ എപ്പോഴാണ് വരേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ അപ്രോപ്രിയേറ്റ് ടൈം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ്. ദേശീയ നേതൃത്വം തീരുമാനിക്കുന്നതനുസരിച്ച് മാത്രമേ ആ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുള്ളൂ. തീർച്ചയായും ഞാനുൾപ്പെടെയുള്ള ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ നേതാക്കന്മാർ ഈ സ്ഥാനങ്ങളിലേക്ക് എപ്പോൾ വരണമെന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റായിട്ട് ഞാൻ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒറ്റ ചോദ്യം കൂടി, പദവി 33% സംവരണമൊക്കെ നടപ്പിലാക്കുന്ന പശ്ചാത്തലത്തിൽ CPM ഒരു വലിയ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. തുല്യതാ ക്യാമ്പയിൻ എന്നോ മറ്റോ ആണ് അതിന്റെ പേര്. 7 സ്ഥാനാർത്ഥികളെങ്കിലും വനിതാ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സമാനമായൊരു നീക്കം കോൺഗ്രസിൽ ഉണ്ടാകണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, CPM ചെയ്യുന്നത് പോലെ കോൺഗ്രസ് ചെയ്യണം എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. CPMൻ്റെതായ പ്രവർത്തന ശൈലി അവർക്കുണ്ട്. കോൺഗ്രസിൻ്റെതായ തീരുമാനങ്ങളുണ്ട്. അപ്പോൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വനിതകൾക്കായിരുന്നാലും ദളിത് വിഭാഗങ്ങൾക്കായിരുന്നാലും പിന്നോക്ക വിഭാഗങ്ങൾക്കായിരുന്നാലും മുന്തിയ പരിഗണന നൽകുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. CPM നമുക്ക് ഇത്രയും കാലമായി, നിങ്ങളിപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം ചോദിക്കുന്നു, കോൺഗ്രസിൻ്റെ പിന്നോക്ക പട്ടികജാതി പ്രാതിനിധ്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം പട്ടികജാതിക്കാരും പിന്നോക്കക്കാരും പിന്തുണയ്ക്കുന്നത് CPMനെയാണ്? ഇത്രയും കാലമായിട്ടും CPMന് ഒരു മുഖ്യമന്ത്രിയെയോ പാർട്ടി സെക്രട്ടറി ആയിട്ടോ അതല്ലെങ്കിൽ വർക്കിംഗ് കമ്മിറ്റി അവരുടെ ഏറ്റവും വലിയ സമിതിയായ പോളിറ്റ് ബ്യൂറോയിലേക്കോ കേരളത്തിൽ ഒരു ദളിത് നേതാവിനെ സംഭാവന ചെയ്യുവാനോ അല്ലെങ്കിൽ ആ ഒരു പദവിയിൽ എത്തിക്കുവാനോ CPMന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിനേക്കാൾ ഇക്കാര്യത്തിൽ ഈ വിഭാഗങ്ങളോട് നീതി കാണിക്കേണ്ടത് CPM ആണ്. എന്തുകൊണ്ടെന്നാൽ അവരുടെ ശക്തിയും പിൻബലവും എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് കേരളത്തിലെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ CPM എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും ഈ വിഭാഗങ്ങൾക്ക് അധികാരത്തിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിലോ പാർട്ടിയുടെ താക്കോൽ സ്ഥാനത്തിലോ പരിഗണന നൽകാതിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടായിരിക്കും കോൺഗ്രസിലേക്ക് വരേണ്ടത്. പക്ഷേ CPMൻ്റെ കാര്യം നിങ്ങളൊന്നും പറയുന്നില്ല, ഒന്നും നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പരാതി. അങ്ങ് പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. 2021 അങ്ങ് നടത്തിയ ഒരു പ്രതികരണം ഞാൻ ഓർക്കുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട ശേഷം താൻ പിന്തള്ളിപ്പോയത് ജാതി വിവേചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് അങ്ങയുടെ തന്നെ പ്രതികരണമാണ്. എല്ലാ മാധ്യമങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്തതുമാണ്. കോൺഗ്രസിനുള്ളിൽ അങ്ങനെ ഒരു ജാതി വിവേചനമുണ്ടോ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്? തുറന്നു പറഞ്ഞാലല്ലേ അത് അഡ്രസ്സ് ചെയ്യാനും തിരുത്താനും കഴിയൂ. ഒരു പാർട്ടിക്കുള്ളിൽ തിരുത്തലൊക്കെ വേണ്ടേ? ഇല്ല, അങ്ങനെ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പിൻവലിക്കുകയാണ്. കോൺഗ്രസ്സിൽ അങ്ങനെ ഒരിക്കലും ജാതി വിവേചനം ഇല്ല. കോൺഗ്രസ് എപ്പോഴും ജാതി സമുദായ സമവാക്യങ്ങൾ പരിഗണിച്ചാണ് പാർട്ടി എപ്പോഴും ഈ പദവികളിലൊക്കെ തന്നെ തീരുമാനമെടുത്തിട്ടുള്ളത്. എല്ലാ വിഭാഗങ്ങൾക്കും നീതി ലഭിക്കത്തക്ക രീതിയിലും പരിഗണന ലഭിക്കത്തക്ക രീതിയിലുമുള്ള തീരുമാനങ്ങളാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് എടുത്തത്. അത് കോൺഗ്രസിൻ്റെ പരമോന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റി ആയിരുന്നാലും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ പദവികളായിരുന്നാലും മുഖ്യമന്ത്രിയായിരുന്നാലും CLP ലീഡറായിരുന്നാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ നന്നായി ഹോംവർക്ക് ചെയ്ത് ഈ എല്ലാ വിഭാഗങ്ങൾക്കും പരിഗണന ലഭിക്കത്തക്ക രീതിയിലാണ് കോൺഗ്രസ് എക്കാലത്തും തീരുമാനമെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസ് ഒരു വിവേചനം കാണിക്കുന്നു എന്നുള്ള